ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ 3 ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി, വളരെ ടേസ്റ്റിയാണ്. പൊട്ടറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഈ 3 ഈവനിങ് സ്നാക്സ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ 2 പൊട്ടറ്റോസ് ആണ് എടുത്തിരിക്കുന്നത്. ഈ പൊട്ടറ്റോസ് തോലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി നല്ലതുപോലെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊട്ടറ്റോസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊട്ടറ്റോ നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് വെള്ളത്തോട് ചേർന്ന് പോകരുത്. അല്ലാതെ തന്നെ നന്നായിട്ട് വേകുകയും വേണം. അപ്പോൾ ആ ഒരു പാകത്തിന് വേണം എടുക്കാൻ. പൊട്ടറ്റോസ് വേകാൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റണം. ആ മുരിഞ്ഞിരിക്കുന്ന 4 സൈഡും കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ അതാ ഇതുപോലെ 4 സൈഡും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്ലൈസ് ചെയ്ത 8 ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോസ് ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലിരുന്ന് വെച്ചാൽ വെള്ളമൊക്കെ ഞാൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഈ ചൂടോടുകൂടെ തന്നെ നമുക്കിതൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം എടുക്കാൻ. നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഉപ്പിട്ട് വേവിച്ചത് കാരണം ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ ഒരുമിച്ച് ടൊമാറ്റോ സോസ് ഇട്ട് മിക്സ് ചെയ്യരുത്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു പാകം നോക്കിയിട്ട് മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 1/2 ടീസ്പൂണും കൂടെ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഓരോ ബ്രെഡായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഈ ഫില്ലിങ്സ് ഒന്ന് ഇതുപോലെ തേച്ച് കൊടുക്കണം. ഇത് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് കൊടുക്കാം. ഇനി വേറൊരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോന്നും എടുത്തതിന് ശേഷം ഇതിൻ്റെ കോർണർ ടു കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ആ കട്ട് ചെയ്തെടുത്ത ഓരോ പീസസും വീണ്ടും ഒന്ന് മിഡിലിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. 2 മുട്ട ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് ബീറ്റ് ചെയ്തതും റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ 4 ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് മാറ്റിയ ആ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്രെഡ് ക്രംസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ പീസ് ബ്രെഡും ഇതുപോലെ എടുത്തതിന് ശേഷം മുട്ടയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്ക് എണ്ണയിൽ പൊരിച്ചെടുക്കാം. നല്ലതുപോലെ കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. എണ്ണ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കളയരുത്, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നമ്മുടെ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. ഇനി ബാക്കിയിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ്സ് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്മൂത്തായിട്ട് അടിയിലൂടെ ഇതിങ്ങനെ വന്നോളും. അതായത് പൊട്ടറ്റോസിൽ എന്തെങ്കിലും ചെറിയ കഷ്ണം പൊടിയാതെ ഇരിപ്പുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പൊടിഞ്ഞു കിട്ടും. ഇനി ഇതൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് സേവനാഴിയിൽ ഇതുപോലെയുള്ള ഒരു അച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കണം.
ഇനി നമുക്ക് കുറേശ്ശെ മാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ മിക്സ്ചർ പോലെ നമുക്ക് അതിനകത്തേക്ക് കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഒരു സൈഡൊന്നും മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. വളരെ ക്രിസ്പി ആയി ക്രഞ്ചി ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണിതും. ഇതുപോലെ ബാക്കിയിരിക്കുന്ന മാവുകളും നമുക്ക് ചെയ്തെടുക്കാം. ആ നുറുക്കിൻ്റെയൊക്കെ അച്ചിട്ടിട്ട് ഇതുപോലെ നമുക്ക് നുറുക്ക് പോലെയും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ ക്രിസ്പി ആൻഡ് ക്രഞ്ചി ആണ്. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് എത്രമാത്രം ക്രഞ്ചി ആണെന്നുള്ളത്. ഇത് കണ്ടോ, ഇതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഇനി നമ്മുടെ നുറുക്ക് പോലെ ഇരിക്കുന്ന ആ ഒരു സ്നാക്ക് മറ്റേതിൻ്റെ അത്രയും ക്രിസ്പിനെസ് ഇല്ല, എന്നാലും ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.